നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ കൊണ്ടുള്ള സമോസയാണ്. ഞാൻ ചേച്ചിയുടെ പേരെന്താണ്? സിന്ധു ചേച്ചി. നമ്മുടെ കൂടെ ഇന്ന് കുറെ പേരുണ്ട് ഈ സമോസ ഉണ്ടാക്കാൻ. സിന്ധു ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ പേര് സ്മിത ചേച്ചി, ശ്രീദേവി ചേച്ചി, ജയന്തി ചേച്ചി. അപ്പം ആദ്യം നമ്മുടെ സിന്ധു ചേച്ചിയാണെന്ന് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കണ്ടോ, നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും സിന്ധു ചേച്ചി, ഈ കൂൺ കൊണ്ടുള്ള സമോസ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം കൂണ്, ക്യാരറ്റ്, ബീൻസ്, സവാള, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില. ഇതാണ് അളവും കൂടി ഒന്ന് പറയാമോ? ഇതെല്ലാം 100 ഗ്രാം വീതം എടുക്കാം. എല്ലാം 100 ഗ്രാം വീതം. ഈ കട്ട്ലറ്റും അങ്ങനെയായിരുന്നു, 100 ഗ്രാം വീതമാണ് നമ്മുടെ അടുത്ത്. എല്ലാം ഒരേ അളവ്. ഇഞ്ചിയും പച്ചമുളകും 100 ഗ്രാം ഓബിയസ്ലി കുറച്ച് കഷ്ണം ഇട്ടാൽ മതി. ആദ്യം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് എണ്ണയിൽ വഴറ്റിയതിനു ശേഷം ഈ കൂട്ടുകൾ ഇടുക. ഓക്കെ, അപ്പൊ ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം വെളിച്ചെണ്ണയിൽ ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ്, ബീൻസ്, സവാള, കൂണ്, പൊട്ടേറ്റോ അതായത് ഉരുളക്കിഴങ്ങ്, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് പൊടികളും ചേർക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെജിറ്റബിൾ മസാല. പീസ് എങ്ങനെയാണ് ഇടുന്നത്? അത് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇത് കിട്ടുമ്പോഴാണ് നമ്മൾ സമോസ ശരിക്കും ഉണ്ടാക്കി തുടങ്ങുന്നത്. എന്നിട്ട് ഇനി നമുക്ക് ആട്ടമാവ് എന്തായാലും നമ്മളുടെ മെയിൻ സാധനം. സമോസയ്ക്കകത്തുള്ള ഫില്ലിംഗ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ആട്ടമാവ് ചപ്പാത്തി പരുവത്തിൽ കുഴയ്ക്കണം. ആട്ടമാവ് ഇത് വെള്ളം ഒഴിച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമുക്ക് കുഴക്കണം, ചപ്പാത്തി പരുവത്തിൽ കുഴക്കണം. കുഴച്ചിട്ട് ചെറിയ ബോളുകളാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സ്മിത ചേച്ചി നമുക്ക് വേണ്ടി നീളത്തിൽ പരത്താൻ പോവുകയാണ്. പരത്തിക്കോളൂ. നീളത്തിൽ പരത്തുന്നതിനൊരു കാരണമുണ്ട് അല്ലെ? നമ്മുടെ സമോസയുടെ ഷേപ്പ് എന്ന് പറയുന്ന കട്ട്ലറ്റിനെ പോലെയല്ല, ത്രികോണാകൃതിയിൽ, ട്രയാങ്കിൾ ഷേപ്പ്, ത്രികോണം. ഇതിനെ ചുട്ടെടുക്കണം. അപ്പൊ നമ്മൾ പതുക്കെ ചുട്ടെടുത്ത് നമ്മളുടെ മാവ്, നമ്മൾ പരത്തിയ മാവ് ഇങ്ങനെ വെച്ചിരിക്കണം. ഇനി എന്താ ചെയ്യണ? ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സ്, അതായത് സമോസ, കൂണും എല്ലാം ഉള്ള സാധനം നമ്മളിതിൽ മിക്സ് ചെയ്ത്, ഇതിൽ എത്ര ഇടണം? കുറച്ച്, 1 സ്പൂൺ മതിയോ? കോട്ടണം. അതിൽ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫില്ല് ചെയ്തിട്ട് ആട്ടമാവ് കലക്കിയ പശയാണ്. ആട്ടമാവ് വെറുതെ വെള്ളത്തിൽ, അത് പശയായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഒരു അടിപൊളി നല്ല ഷേപ്പ് സമോസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മനസ്സിലാവാത്തവർ ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയോളൂ. ആദ്യം കോൺ ഷേപ്പ് ഉണ്ടാക്കുക, അതിൽ ഫില്ല് ചെയ്യുക. ഫിൽ ചെയ്തതിന് ശേഷം നമ്മളുടെ വെള്ളവും ആട്ടയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പശയായിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തേക്ക് കയറ്റി അങ്ങനെ നമുക്ക് 2 സമോസ മാത്രമല്ല, ഇനിയും സമോസ അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. വലിയ പ്രയാസമൊന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ, എങ്കിലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ സമോസ എങ്ങനെയാണ് ഈ രൂപത്തിലാക്കുന്നതെന്ന് കണ്ടു. ഇനി നമ്മൾ വറക്കാൻ പോവുകയാണ്. ചേച്ചി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇട്ടോളൂ. നല്ലപോലെ എണ്ണ തിളച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കണ്ടില്ലേ പൊങ്ങി വരുന്നുണ്ട് ഓൾറെഡി. ആഹാ, ഇതും കട്ട്ലറ്റ് എടുത്ത പോലെ തന്നെ ഒരു 5 മിനിറ്റ് അല്ലേ, 5 തൊട്ട് 10 മിനിറ്റ് വരെ എണ്ണയുടെ ചൂടനുസരിച്ചിട്ട് നമ്മൾ വെക്കാം. ഇതും ഇളക്കാൻ പാടില്ലല്ലോ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡെയിലി 1000-ഓളം സമോസകളും 1000-ഓളം കട്ട്ലറ്റ്സും ആണ് ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും പേരിൻ്റെ റീച്ചുള്ള സാധനം. നിങ്ങളും ഈ നമ്മളുടെ കൂൺ പുരയിൽ വരണം, ഇവിടെ വന്നിട്ട് ഓർഡർ കൊടുക്കണം. വീട്ടിൽ വല്ല വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂൺ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് സമോസ, കട്ട്ലറ്റ്, ഇത് മാത്രമല്ല ഇനിയും ഐറ്റംസ് ഇവരുടെ കയ്യിൽ ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മുടെ സമോസ കുട്ടന്മാർ റെഡിയായി. നമ്മൾ ഐശ്വര്യമായിട്ട് പാത്രത്തിലേക്ക് ഇടും. കണ്ടില്ലേ, ഒരു ബ്രൗൺ കളർ വരുന്നവരെ വെച്ചാൽ മതി. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചേച്ചി. സൂപ്പർ സമോസ.